കഴിഞ്ഞ വീഡിയോയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്കു നേടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം 84 മുതൽ 127 വരെയാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വീഡിയോയിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾ 42 സീറ്റിൽ മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് മുതൽ ഒരു സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസും RSPയും പോലുള്ള പാർട്ടികൾ വരെ നേടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം എത്രയാണ് എന്നതാണ് ദ ജേണോ പരിശോധിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഒഴികെയുള്ള കക്ഷികൾക്ക് 119 മുതൽ 142 വരെ സീറ്റുകൾ നേടാനാകുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത്. പ്രത്യേകിച്ച് മോദിക്ക് അനുകൂലമായോ BJPക്ക് അനുകൂലമായോ ഒരു തരംഗം ഈ രാജ്യത്തില്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ 119 മുതൽ 142 വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ നേടുകയും കോൺഗ്രസ് 84-നും 127-നും ഇടയിലുള്ള ഒരു സീറ്റെണ്ണത്തിലേക്ക് എത്തുകയും ചെയ്താൽ കാര്യങ്ങൾ BJPയും മോദിയും പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല ജൂൺ 4-ാം തീയതി സംഭവിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഒഴികെയുള്ള കക്ഷികളിൽ സീറ്റെണ്ണത്തിൽ മുന്നിൽ നിൽക്കുക മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരിക്കും. 42 സീറ്റിലും മത്സരിക്കുന്ന മമതയ്ക്ക് 26 മുതൽ 30 സീറ്റുകൾ വരെ അവിടെ നേടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അനുകൂലമായ ഒരവസ്ഥ ഉണ്ടായാൽ 30 സീറ്റുകൾ വരെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ജയിക്കും. BJPയുടെ പ്രതീക്ഷകൾ ഈ 6-ാം ഘട്ടത്തോടു കൂടി അവസാനിച്ചു കഴിഞ്ഞു. ഇനി 7-ാം ഘട്ടത്തിൽ 9 സീറ്റുകളിലേക്ക് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് കൊൽക്കത്ത നഗരമേഖലയിലാണ്. അതിൽ ഡംഡമ്മിൽ മാത്രമാണ് ഒരു ചെറിയ മത്സരമെങ്കിലും BJPക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ഇടത്തൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഒരു ക്ലീൻ സ്വീപ്പായിരിക്കും 7-ാം ഘട്ടത്തിൽ ബംഗാളിൽ നടക്കുക എന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ 26 മുതൽ 30 സീറ്റുകൾ വരെ നേടി മമതാ ബാനർജി കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായി മാറും. പിന്നീടുള്ളത് DMK ആണ്. തമിഴ്നാട്ടിൽ 22 സീറ്റിലാണ് DMK മത്സരിക്കുന്നത്. 21 പേർ DMKയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളും ഒരാൾ DMK ചിഹ്നത്തിൽ മത്സരിക്കുന്ന കൊങ്കുനാട് മക്കൾ കക്ഷിയുടെ സ്ഥാനാർത്ഥിയും. ഇതിൽ 22 സീറ്റും DMK നേടാനുള്ള സാധ്യതയാണ്. ഇനി DMKക്ക് എതിരായി തമിഴ്നാട്ടിൽ ഒരു വികാരമുണ്ടായിരിക്കുന്നു എന്ന് വന്നാൽ പോലും ഒരു സീറ്റ് മാത്രമേ അവർക്ക് നഷ്ടപ്പെടാനിടയുള്ളൂ. 21 മുതൽ 22 വരെ സീറ്റ് DMKക്ക് 100% ഉറപ്പിക്കാവുന്ന നിലയിലാണ് തമിഴ്നാട്ടിലെ സാഹചര്യങ്ങൾ. എന്തായാലും DMKക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും അത് BJP ജയിക്കില്ല, AIDMK ആയിരിക്കും ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവലോകനത്തിൽ ബോധ്യപ്പെടുന്ന കാര്യം. അടുത്തത് സമാജ്വാദി പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടി കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായുള്ള സഖ്യം വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട് സമാജ്വാദി പാർട്ടിക്ക്. അതിൻ്റെ പ്രതിഫലനം സീറ്റെണ്ണത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 14 മുതൽ 18 വരെ സീറ്റ് ഏതു സാഹചര്യത്തിലും സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി ഉത്തർപ്രദേശിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ്. കഴിഞ്ഞ തവണ 5 സീറ്റാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 14 മുതൽ 18 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യത സമാജ്വാദി പാർട്ടിക്ക് നിലനിൽക്കുന്നു. അടുത്തത് ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയാണ്. ശിവസേനയ്ക്ക് 14 മുതൽ 16 വരെ സീറ്റുകൾ നേടാനാകും. മഹാരാഷ്ട്രയിൽ 21 സീറ്റുകളിൽ മത്സരിക്കുന്ന അവർക്ക് 16 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പോസ്റ്റ് പോൾ അനാലിസിസുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ചില സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടാലും മിനിമം 14 അത് 100% ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിലുള്ളത്. അങ്ങനെ 14 മുതൽ 16 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുമായി ശിവസേന ആ പട്ടികയിൽ 4-മതായി നിൽക്കുകയാണ്. അടുത്തത് RJD ആണ്. RJDക്ക് 9 മുതൽ 12 വരെ സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് സ്വന്തമാക്കാനാകുമെന്നുള്ളതാണ്. അതിലധികം RJD പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ബീഹാറിൻ്റെ പോസ്റ്റ് പോൾ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പരമാവധി RJDക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 12 സീറ്റുകളാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. കോൺഗ്രസിന് അവിടെ 3 മുതൽ 4 വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത. അങ്ങനെ VIP പാർട്ടി കൂടി ഒരു സീറ്റ് നേടുന്ന അവസ്ഥ. ഇടതു പാർട്ടികൾ അവിടെ മത്സരിക്കുന്നുണ്ട്. അവരിൽ ഒരു സീറ്റ് നേടാനുള്ള സാധ്യത. മാക്സിമം ഒരു 18 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് എത്താൻ കഴിയുമെന്നുള്ളതാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന. അപ്പോൾ 9 മുതൽ 12 വരെ RJDക്ക്. ഇനി ഇടതു പാർട്ടികളാണ്. ഇടതു പാർട്ടികൾക്ക് CPMഉം CPIയും 7 മുതൽ 10 വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഇടതു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളം, തമിഴ്നാട്ടിൽ CPMഉം CPIയും 2 വീതം സീറ്റുകളിൽ മത്സരിക്കുന്നു. CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി രാജസ്ഥാനിൽ മത്സരിക്കുന്നത്, സിക്കാറിൽ മത്സരിക്കുന്നത് വലിയ വിജയസാധ്യതയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്.
പശ്ചിമ ബംഗാളിൽ ഒരു സീറ്റിൽ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വിജയ പ്രതീക്ഷയുണ്ട്. ബീഹാറിൽ അതുപോലെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ 10 സീറ്റുകൾ വരെ CPM-നും CPI-ക്കും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനുള്ള സാധ്യത. മോശമായാലും 7 സീറ്റുകൾ എന്തായാലും ഉറപ്പ്. തമിഴ്നാട്ടിലെ 4 എണ്ണം ഉറപ്പാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ 2 സീറ്റ് എന്തായാലും നേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ 10 സീറ്റുകൾ വരെ ഉറപ്പിക്കാവുന്ന സാഹചര്യം ഇടതുപക്ഷത്തിനും ഉണ്ടാവുകയാണ്. ആം ആദ്മി പാർട്ടിയാണ് അടുത്തത്. അവർക്ക് 7 മുതൽ 9 വരെ സീറ്റുകൾ. അതാണ് ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് എത്തുക. 7 മുതൽ 9 വരെ സീറ്റുകളുമായി ആം ആദ്മി പാർട്ടിയും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കും. NCP ശരത് പവാറിൻ്റെ 4 മുതൽ 6 വരെ സീറ്റ്, 10 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. അതിൽ പരമാവധി 6 സീറ്റുകളിൽ അവർക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. മോശമായാൽ പോലും 4 സീറ്റ് എന്തായാലും ജയിക്കും. അടുത്തത് ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്. അവർക്ക് 2 മുതൽ 3 വരെ സീറ്റുകൾ മാത്രമേ ജാർഖണ്ഡിൽ നിന്ന് ജയിക്കാനാകൂ എന്നുള്ളതാണ് അന്തിമ വിശകലനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ഒരു ക്ലീൻ സ്വീപ്പിലേക്കൊന്നും JMM കോൺഗ്രസ് സഖ്യത്തിന് അവിടെ എത്താൻ സാധിക്കില്ല. എങ്കിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് നില മെച്ചപ്പെടുത്തും. കോൺഗ്രസിനും 2 മുതൽ 3 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത, ഇവർക്കും 2 മുതൽ 3 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത. അങ്ങനെ വന്നാൽ പരമാവധി 6 സീറ്റാണ് സഖ്യത്തിന് അവിടെ നിന്ന് 14 സീറ്റുകളിൽ നിന്ന് ലഭിക്കാൻ ഇടയുള്ളത്. നാഷണൽ കോൺഫറൻസ് 2 മുതൽ 3 വരെ സീറ്റ് ജമ്മു കാശ്മീരിൽ നിന്ന് നേടുമെന്നതാണ് അവസ്ഥ. പിന്നീട് പ്രധാനപ്പെട്ട കക്ഷിയായി മാറുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് തമിഴ്നാട്ടിൽ 1 സീറ്റിലും കേരളത്തിൽ 2 സീറ്റിലും മത്സരിക്കുന്നു. ആ 3 സീറ്റും അവർ വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ അതിനകത്തൊരു സാധ്യതയുടെ അവസ്ഥയൊന്നുമില്ല. 3 സീറ്റും അവർ ജയിക്കും. അതുപോലെ VCK തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന 2 സീറ്റുകളിലും അവർ 100% വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീടുള്ളത് ചെറുകക്ഷികളാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ RSPയും കേരള കോൺഗ്രസും MDMKയും VIP-യും അടക്കമുള്ള പാർട്ടികൾ. അതോടൊപ്പം ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും ഓരോ സ്വതന്ത്രർ. ഇപ്പോൾ പപ്പു യാദവ് പൂർണിയയിൽ ഏകദേശം വിജയത്തിൻ്റെ അടുത്താണ് എന്നുള്ളതാണ് അവിടുത്തെ പോസ്റ്റ് പോൾ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന 2 സ്വതന്ത്രർ, ഇവരെ എല്ലാവരെയും കൂടി ചേർത്ത് 8 സീറ്റുകൾ. അപ്പോൾ മമതാ ബാനർജി മുതൽ 30 സീറ്റുകൾ വരെ നേടിയേക്കാവുന്ന മമതാ ബാനർജി മുതൽ 1 സീറ്റ് നേടാവുന്ന ചെറുകക്ഷികൾ വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഒഴികെ ഏറ്റവും മോശമായ അവസ്ഥയിൽ 119 സീറ്റുകൾ വരെയും അനുകൂലമായ സാഹചര്യത്തിൽ 142 സീറ്റുകൾ വരെയും നേടാൻ സാധിക്കും. ഇതിനപ്പുറത്തേക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ മമതയ്ക്ക് അനുകൂലമായി പശ്ചിമ ബംഗാളിൽ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ അവരവിടെ 38 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. മോശമായ ഒരവസ്ഥയാണെങ്കിൽ ഈ 26ലേക്ക് താഴാനുള്ള സാധ്യതയും. അതിനപ്പുറത്ത് BJP അവിടെ അത്ഭുതങ്ങളൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് ഈ 6 ഘട്ടങ്ങൾ കഴിയുമ്പോഴും വ്യക്തമാകുന്ന കാര്യം. അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലും. ഉത്തർപ്രദേശിൽ നമ്മൾ 18 സീറ്റുകൾ വരെ സമാജ്വാദി പാർട്ടിക്ക് നൽകുന്നുള്ളൂ. കോൺഗ്രസിന് പരമാവധി 4 മുതൽ 6 വരെ എന്നുള്ളത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ 24 സീറ്റേ പരമാവധി അവിടെ ആകുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 6ാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന പശ്ചിമ UP-യിൽ അടക്കം ഈ സമാജ്വാദി പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായ ഒരു വലിയ വികാരമുണ്ട് എന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് 32 സീറ്റുകൾ വരെയായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ സമാജ്വാദി പാർട്ടിയുടെയും എണ്ണം കൂടും. പക്ഷേ ലീസ്റ്റ് സെനേറിയോ ഇപ്പോൾ ഒരു തരംഗമൊന്നുമില്ലാത്ത രാജ്യത്ത് 2 മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ, ആ മുന്നണികളുടെ പ്രകടന പത്രികകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ, ആ മുന്നണികൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യ സഖ്യത്തിന് പ്രധാനപ്പെട്ട കക്ഷികൾക്ക്, കോൺഗ്രസ് ഒഴികെയുള്ള കക്ഷികൾക്ക് നേടാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം 119 മുതൽ 142 വരെയാണ് എന്നതാണ് ദ ജേണോയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലെ നിരീക്ഷണത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ആ 142 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യത്തിന് എത്താൻ കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൂടി ചേർക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് വന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും.